ഹായ്, ഞാൻ നീതു. ഞാനിപ്പോൾ 2 വർഷമായി ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, ഇപ്പോഴും കാണിക്കുന്നുണ്ട്, ഇപ്പോഴും മെഡിസിൻസ് എടുക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായി മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരിക്കലും എൻ്റെ ഈ ട്രീറ്റ്മെന്റിലൂടെയോ അല്ലെങ്കിൽ മെഡിസിൻസിലൂടെയോ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ എനിക്കിതിൽ നിന്ന് മറികടക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. ഈ പാനിക് അറ്റാക്സ് എനിക്കൊരു വീക്ക്ലി ഒരു 3 days എങ്കിലും ഞാൻ പാനിക് അറ്റാക്ക് കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാറുണ്ട്, ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ഇത് ട്രീറ്റ്മെന്റും മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വന്ന് ഓക്കെ ആവും മീൻസ് നമ്മുടെ ആ സമയത്തുള്ള പ്രശ്നം മാറും. പക്ഷെ നമ്മുടെ നെഞ്ചിലുള്ള ഹെവിനെസ്സോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷനോ ഒന്നും മാറില്ല. ആ പാനിക് അറ്റാക്ക് എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് ഒരു മാറ്റം കിട്ടും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വീണ്ടും എനിക്ക് ഇതുപോലെ പാനിക് അറ്റാക്ക് വരും, ഹോസ്പിറ്റലിലാവും. അങ്ങനെ വീക്ക്ലി 3 days എങ്കിലും ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലാവും എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ ഈ ഒരു ലാസ്റ്റ് ടൈം. ഈ ഒരു ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കരമായിട്ട് എന്നെ പ്രശ്നത്തിലാക്കിയ ഒരു മാസമായിരുന്നു. തുടക്കത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിങ് ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെ ആയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് പിന്നീട് ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുകയും നല്ല രീതിക്ക് അതൊരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്തു. പക്ഷെ എന്നെ പുറമെ കാണുന്നവർക്ക് ആർക്കും മനസ്സിലാവില്ല കേട്ടോ. എന്നെ അത്രയും ക്ലോസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഞാൻ അങ്ങനെ എല്ലാവരോടും ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഈ ഒരു ഡിപ്രഷൻ ഞാൻ ആരുമായിട്ടും കണക്റ്റഡ് ആയിരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സിനെ പോലും ഞാൻ കോൾ ചെയ്യില്ലായിരുന്നു, സംസാരിക്കില്ലായിരുന്നു, ആരെയും വിളിക്കില്ലെന്ന്. എനിക്ക് ആരെയും വിളിക്കാൻ താല്പര്യമില്ല. പിന്നെ അവരൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കിട്ടില്ല. ആ സ്പോട്ടിൽ എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം എല്ലാവരെയും അവോയ്ഡ് ചെയ്ത് എൻ്റെ ഒരു സർക്കിളിൽ ആരും ഇല്ലാതെയായി. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ബ്രദേഴ്സ് അതിലൊതുങ്ങി. പിന്നെ 1-2 എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അതിലൊതുങ്ങി എൻ്റെ ലൈഫ്. ഞാൻ പുറത്ത് പോവാതെയായി. ഇങ്ങനെ വീട്ടിലിരിപ്പായി. ഒരു കാര്യങ്ങളും എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതെയായി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി. എനിക്ക് ശരിക്കും ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് പാരൻസ് ഇല്ല. അമ്മയും അച്ഛനും ക്യാൻസർ പേഷ്യൻ്റ് ആണ്, ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. സോ അവരുടെ ഈ സ്റ്റേജുകളൊക്കെ കണ്ടു വന്നതുകൊണ്ടും അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാൻ ചെറുതായിരുന്നു. അപ്പം എനിക്ക് അതെന്നെ അത്രത്തോളം ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ ചെറിയ രീതിക്ക് ബാധിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു എൻ്റെ അച്ഛൻ്റെ മരണം. അത് എന്നെ നല്ല രീതിക്കൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അത് ഞാൻ അമ്മയുള്ളതുകൊണ്ട് അത് അത്രത്തോളം എന്നെ ബാധിച്ചില്ല എന്ന് തന്നെ പറയാം. പക്ഷെ അമ്മയുടെ ആ ഒരു സ്റ്റേജ്, ക്യാൻസറിന്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഫുള്ളായിട്ട് കണ്ടതാണ്. അമ്മയുടെ വേദനകള്, അമ്മയുടെ അവസ്ഥ എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നേരിൽ കണ്ട് ഞാൻ അത്രയും ബോൾഡായിട്ട് എല്ലാം ഫേസ് ചെയ്ത് ഞങ്ങൾ ലാസ്റ്റ് ടൈം ഹോസ്പിറ്റലിലാക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞിരുന്നതാണ് അമ്മയെ തിരിച്ചു കിട്ടില്ല, 1 month അമ്മ എന്തായാലും ഒരു 1 month എന്നുള്ള ഒരു ഗ്യാരണ്ടി ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെ കരയാതെ ഞാനൊക്കെ അമ്മയുടെ മുമ്പിൽ അത്രയും സ്ട്രോങ് ആയി നിന്ന് എല്ലാം ഫേസ് ചെയ്ത് അമ്മയുടെ മരണത്തിൽ പോലും ഞാൻ ഫ്രണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കണ്ടും ആ സമയത്തും എൻ്റെ ഫ്രണ്ട്സ് എന്നെ ആശ്വസിപ്പിക്കാൻ വന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞത്, എന്തിനാ എല്ലാവരും എൻ്റെ മുമ്പിൽ കരയുന്നത്? എൻ്റെ ആവശ്യമില്ല. എൻ്റെ അമ്മ ഇത്രയും ദിവസം വേദന അനുഭവിച്ചതാണ്. ഇപ്പോൾ എൻ്റെ അമ്മ ഫ്രീ ആയി, അമ്മ ഇപ്പൊ ഹാപ്പി ആയിരിക്കുന്നുണ്ടാവും, എനിക്കത് മതി. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ, പക്ഷെ എൻ്റെ അമ്മ വേദനയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, അത്ര മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നവരെ ഞാൻ തിരിച്ചാശ്വസിപ്പിച്ചിട്ട് എല്ലാം ധൈര്യത്തോടെ ഞാൻ ഫേസ് ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ്, അന്ന് ഹസ്ബൻഡല്ല, അന്ന് എൻ്റെ ഫ്രണ്ടാണ്, ആ ഫ്രണ്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം ഷെയർ ചെയ്യായിരുന്നു. പക്ഷെ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ഒരു 6 മാസത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോയി. ആ ഒരു എയർപോർട്ടിൽ നിന്ന്, ആ സമയം വരെ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എയർപോർട്ടിൽ നിന്നാണ് ആള് ഫ്ലൈറ്റ് കയറാൻ പോയപ്പോഴാണ് എനിക്ക് നല്ല രീതിക്കൊരു പ്രശ്നം അവിടെ നിന്നുണ്ടായി. എയർപോർട്ടിൽ നിന്നൊരു ഞാൻ അലറി വിളിച്ച് കരഞ്ഞു. ഭയങ്കരമായിട്ട് എന്നിലെ ഒരു ചേഞ്ച് വന്ന് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി. എൻ്റെ കരച്ചിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയി. അന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായത്. അങ്ങനെ അന്ന് മുതൽ എൻ്റെ ലൈഫിൽ ഓരോ ദിവസവും എന്തോ ഒരു പേടി മനസ്സിൽ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ശരിയാണ്, എനിക്ക് എൻ്റെ ഏട്ടന്മാരുണ്ട്, 3 ഏട്ടന്മാരുണ്ട്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഏട്ടന്മാരാണ്. പക്ഷെ എന്താന്ന് ചോദിച്ചാൽ അവര് എന്നെക്കാൾ എന്താ പറയുക, മനസ്സിന് കട്ടിയില്ലാത്ത, മനസ്സിന് ധൈര്യമില്ലാത്ത ആൾക്കാരാണ്. അവരെ വിഷമിപ്പിക്കരുത്, എൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കരുത്, അല്ലെങ്കിൽ അവരെ ഹാപ്പിയായി കൊണ്ടുപോകണം എന്നാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ മനസ്സ് വേദനിക്കേണ്ട, ഇത്രയും കാലം വിഷമിച്ചതല്ലേ, സോ ഇനി ഞാൻ കാരണം വിഷമിക്കരുത് എന്ന് പറഞ്ഞിട്ട്
ഞാൻ ഒരു കാര്യങ്ങളും പറഞ്ഞില്ല. ഓരോ ദിവസവും എനിക്ക് ഉറക്കമില്ലാതായി, പേടിയായി. അവസാനം ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് ഫാൻ എനിക്ക് തലയിൽ വീഴുവോ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ, ഞാനിപ്പോൾ കണ്ണടച്ച് കിടന്നാലും ഞാൻ കണ്ണ് തുറക്കാതെയാവോ, ഞാൻ ഇനി കാലത്ത് എണീക്കില്ലേ, അല്ലെങ്കിൽ മരിക്കുമോ, വണ്ടിയിൽ പോകുന്ന സമയത്ത് എല്ലാ വണ്ടികളും എന്നെ ഞാൻ ബൈക്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും ഞങ്ങളുടെ ബൈക്കിൽ വന്ന് ഇരിക്കാൻ വരുന്ന പോലെ ഞാനും എൻ്റെ ബ്രദറും കൂടി ബൈക്കിൽ പോകുന്ന സമയത്ത് ഞാൻ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് പോവുക. കാരണം എല്ലാ വണ്ടികളും നമ്മളെ ഇടിക്കാൻ വരികയാണ്. അപ്പൊ നമ്മളെ മാറി കൊടുക്കണം എന്നുള്ള രീതിക്ക് ബൈക്ക് സ്ട്രെയിറ്റ് ആയി പോകുന്നുണ്ട്, പക്ഷെ ഞാൻ ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ വണ്ടികളും നമ്മളെ ഇടിക്കാൻ വരുന്ന പോലെ തോന്നുക. എല്ലാം നെഗറ്റീവായിട്ട് നമ്മളിപ്പോ മരിക്കുകയാണ്, നമുക്ക് അറ്റാക്ക് വരികയാണ്. ഞാനിപ്പോ ഉറങ്ങാൻ പോകുമ്പോൾ എനിക്ക് കണ്ണടയ്ക്കാൻ പോലും പറ്റില്ല. കണ്ണടച്ചാലും ഞാൻ മരിക്കും, ഞാൻ ഇനി എണീക്കില്ല. ഇങ്ങനെയുള്ള തോട്ട്സ് മാത്രമായി. നമ്മളെ കെയർ ചെയ്യാൻ ആരുമില്ല. അങ്ങനെ നല്ല രീതിക്ക് എന്നെ പേടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 1 വീക്കൊന്നും കാലത്തും ഉറങ്ങാൻ പറ്റില്ല, നൈറ്റും ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ കണ്ണൊക്കെ നല്ല നീര് വന്ന് ആകെ ഈ പ്രശ്നമായി. നെഞ്ചിന് നല്ല രീതിക്ക് വേദനയായി. അവസാനം ഞാൻ വീട്ടിലൊന്നും പറയാതെ ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ എനിക്ക് ആ ഡോക്ടറിന്റെ മുമ്പിൽ എനിക്ക് എൻ്റെ പ്രശ്നം പറയാൻ പോലും പറ്റില്ല. അവിടെയും ഞാൻ കരയായിരുന്നു. അപ്പോഴാണ് ആ ഡോക്ടർ എനിക്ക് സൈക്കാട്രിസ്റ്റിനെ റെഫർ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത്. ഒരു 1.5 വർഷത്തോളം ട്രീറ്റ്മെന്റ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. എനിക്ക് ആ സമയത്തുള്ള മരുന്ന് കഴിക്കുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ പോകും. പക്ഷെ പാനിക് അറ്റാക്സ് ഉണ്ടാവും, പിന്നെയും ഹോസ്പിറ്റലിലാവും, ഡോക്ടറെ കാണും, ഡോസ് കൂട്ടും. അങ്ങനെ തന്നെയാണ് എൻ്റെ ഈ 1.5 വർഷവും കഴിഞ്ഞു പോയത്. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ സിറ്റുവേഷൻസ് വളരെ ബാഡ് ആയിക്കൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ ഹസ്ബൻഡിന് ഗൾഫിൽ നിന്ന് തിരിച്ചു വരേണ്ടി വന്നു. ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നു. ഞങ്ങൾ പിന്നെ എറണാകുളത്ത് ജോബ് കാര്യങ്ങളായി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 4-5 മാസമായി. ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എറണാകുളത്താണ്. അപ്പൊ ഇവിടെ വന്നിട്ടും സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കാണിച്ചു, മെഡിസിൻസ് ചേഞ്ച് ചെയ്തു, ഡോസ് നല്ല രീതിക്ക് കൂട്ടി. എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാനോ എന്റെ പാനിക് അറ്റാക്സിനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാനോ ഒന്നും പറ്റിയിരുന്നില്ല. ഡെയിലി ഹോസ്പിറ്റലിലാവുമായിരുന്നു. എനിക്ക് എന്നെ തന്നെ വെറുത്തു തുടങ്ങി, ഞാൻ എന്നെ തന്നെ ശപിച്ചു തുടങ്ങി. ഞാൻ എന്തിനിങ്ങനെ ഒരു ലൈഫ്, എന്റെ ലൈഫിനെ ശപിച്ചു തുടങ്ങി. എനിക്ക് ജീവിക്കാൻ വരെ മടുത്തു തുടങ്ങി. കാരണം എന്റെ ഹസ്ബൻഡ് ഇവിടെ നല്ല രീതിക്ക് വിഷമിക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിന് ഉറക്കമില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയില് എന്നെ തന്നെ നോക്കി കിടക്കായിരുന്നു. രാത്രി ഒട്ടും ഉറക്കമില്ല. കാലത്ത് വർക്കിന് പോകണം. ആൾക്ക് ഉറക്കമില്ലാതായി, നേരെ ഫുഡില്ലാതെ ആൾക്ക് നല്ല രീതിക്ക് വെയിറ്റ് ലോസ് വന്നു. എന്നേക്കാൾ കൂടുതൽ എഫക്റ്റ് ആയത് അതെന്റെ ഹസ്ബൻഡിനാണ്. അതെനിക്ക് നല്ല രീതിക്ക് മനസ്സിലാവാൻ തുടങ്ങി. എന്നും ഒരു പേടിയോടെ മാത്രം എന്നെ നോക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ആയപ്പോൾ എനിക്ക് എന്തിനാ ഞാനിങ്ങനെ എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ലൈഫ് എന്ന് വരെ ചിന്തിച്ച് ഞാൻ മരണത്തെ പേടിച്ചുകൊണ്ടിരുന്ന് ഞാൻ സൂസൈഡിനെ കുറിച്ച് വരെ ചിന്തിച്ച് തുടങ്ങിയ ഒരു ടൈം ഉണ്ടായിരുന്നു, ഒരു 1 മന്തിന് മുമ്പ്. അങ്ങനെ ജീവിതം തന്നെ മടുത്തു. സൂസൈഡിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ചെറിയമ്മയിലൂടെയാണ് ഞാൻ അഞ്ജു മാമിനെ കുറിച്ച് അറിയുന്നതും അഞ്ജു മാമിന്റെ നമ്പർ എൻ്റെ ചെറിയമ്മ എനിക്ക് തരുന്നതും. അങ്ങനെ ഞാൻ അഞ്ജു മാമിനെ കോണ്ടാക്ട് ചെയ്തു. അതിനുശേഷം എൻ്റെ ലൈഫിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് വലിയൊരു ചേഞ്ചാണ്. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അഞ്ജു മാമിനോട് പറഞ്ഞു. മാമിന് അത് മനസ്സിലാക്കാൻ പറ്റി. അതിനുശേഷം എനിക്ക് ഡെയിലി 1 അവർ തെറാപ്പി സെഷൻസ് തരുന്നുണ്ട്. ആദ്യത്തെ 2 ദിവസത്തെ ഹീലിംഗ് സെഷനിൽ ഞാൻ നല്ല രീതിക്ക് കരയായിരുന്നു. കരഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞിരുന്നതും ചെയ്തിരുന്നതും എല്ലാം. നല്ല സൈലന്റ് ആയിരുന്നു. എനിക്കൊന്നും നമ്മുടെ കാര്യങ്ങൾ പറയല്ലാതെ വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കില്ലായിരുന്നു, ചിരിക്കില്ലായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞതും തന്നെ എന്നിലെ എനിക്ക് വന്ന ചേഞ്ച് എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓരോ ദിവസം കഴിയുന്നതോറും എൻ്റെ ഹസ്ബൻഡിന് അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഡോക്ടർക്കും എൻ്റെ കൂടെ ഹീലിംഗ് സെഷനിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് വരെ എന്നിലെ ചേഞ്ച് നല്ല രീതിക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഓരോ ദിവസവും അഞ്ജു മാമിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് നല്ല സന്തോഷമാണ്. കാരണം നീ ഇങ്ങനെ ഹാപ്പി ആയിട്ട് വരുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. നീ അഞ്ജു മാമിനോട് സംസാരിക്കുന്നത് കാണുമ്പോൾ, ഈ കളിച്ചും ചിരിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് എന്നും എന്നോട് പറയായിരുന്നു. ഞാനിങ്ങനെ ചെറിയമ്മനെ വിളിക്കുമ്പോഴും എൻ്റെ ഏട്ടന്മാരെ വിളിക്കുമ്പോഴെല്ലാം അവരെന്നോട് പറയായിരുന്നു, നിന്റെ സംസാരത്തിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്, ഇപ്പൊ നീ നല്ലപോലെ ചിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചേഞ്ചായി, എനിക്ക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഇല്ലാത്ത എന്തോ ഒരു മാറ്റം എന്നിൽ എല്ലാവർക്കും ഫീൽ ചെയ്യാൻ തുടങ്ങിയെന്ന്. ഡോക്ടർ പറയുന്ന ഓരോ കാര്യങ്ങളും ചുമ്മാ കേൾക്കുകയായിരുന്നില്ല, ഞാൻ ടോട്ടലായിട്ട് അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ മനസ്സിലേക്ക് ഡയറക്റ്റ് എടുക്കുകയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ചെയ്തു, എൻ്റെ റൊട്ടീൻസ് ചേഞ്ച് ചെയ്തു. ഞാൻ ഫുള്ളായിട്ട് പോസിറ്റീവായിട്ട് എനിക്ക് ചുറ്റും ഫുള്ളും പോസിറ്റീവ് ആക്കാൻ നോക്കി. ഞാൻ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ കംപ്ലൈൻസോ
എന്നെ ശപിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് മാത്രം എടുക്കാൻ തുടങ്ങി. നമ്മളോട് ഇപ്പോൾ ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ കൂടി നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് അതിനെ പോസിറ്റീവായിട്ട് മാത്രം എടുക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചേഞ്ച് എനിക്ക് അഞ്ജു മാമിലൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അതിനെ എനിക്ക് നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് മാത്രം കാണാതെ പോസിറ്റീവാക്കി എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കാണിച്ച സമയത്ത് എൻ്റെ മെഡിസിൻസിൻ്റെ ഡോസ് കുറച്ചു, മെഡിസിൻസ് ചേഞ്ച് ചെയ്തു. അങ്ങനെ എനിക്ക് ഡോക്ടർ തന്നെ പറഞ്ഞു എനിക്ക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഒരു 1 മന്തിനുള്ളിൽ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന വരെ എനിക്ക് എൻ്റെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ ഞാൻ ഈ 2 വർഷം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടത്, എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരുന്നതാണ് ഞാൻ. ലൈഫ് തന്നെ വേണ്ട വെച്ച് എന്നെ തിരിച്ചു തന്നത് അഞ്ജു മാമാണ്. അതിൻ്റെ കടപ്പാട് എനിക്ക് ഇന്നും ഉണ്ടാവും. ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാത്ത എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അഞ്ജു മാം. കാരണം നമ്മുടെ ലൈഫിൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാവും, എല്ലാം ഓക്കെയാണ്. പക്ഷെ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഇപ്പം ഞാൻ കാണുന്നത് എനിക്ക് എന്നെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ആയിക്കൊണ്ട് വരികയായിരുന്നു. ആ എൻ്റെ മൈൻഡിനെയും എന്നെയും എനിക്ക് തിരിച്ചു കിട്ടി. അതിനേക്കാൾ വലിയൊരു കാര്യം എൻ്റെ ലൈഫിൽ ഇനി വേറെ ഇല്ല. ഞാനിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രശ്നങ്ങൾ വരും, പക്ഷെ അത് സോൾവ് ചെയ്യാൻ എനിക്ക് പറയാം. അതുപോലെ തന്നെ ആൻസൈറ്റി ഇഷ്യൂസ് വരുന്നുണ്ട്, അതിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറയാം. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കാൻ എനിക്ക് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അഞ്ജു മാം തന്നെയാണ്. എന്നെ പോലെ ഇതുപോലെ ഡിപ്രഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ഇതേ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടാവും. അവരോടെല്ലാം പറയാനുള്ളത്, ഒരിക്കലും ഒരാളുടെ ലൈഫിലും ഒരിക്കലും മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തിനിങ്ങനെ ഈ ഒരു ലൈഫ് നമ്മൾക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നൊന്നും ചിന്തിക്കരുത്. കാരണം ഇതല്ല നമ്മുടെ ലൈഫ്. ഈ എല്ലാ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളാണെന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്താനും നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതിനുള്ള എല്ലാ കരുത്തുമുണ്ട്, എല്ലാ കഴിവുമുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളെ സ്നേഹിച്ചാൽ മതി. നിങ്ങളായിരുന്നാൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക.